റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ. അപ്പം നമ്മുടെ UCL മാച്ച് ഇന്നലെ നടന്ന മാച്ച് എനിക്ക് ബയണിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ റയലിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളി ലാസ്റ്റ് കളിച്ച ലാലിഗ മാച്ച് തോൽവിയും. റയലാണ് UCL ആണ്, എന്താ നടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ബയൺ ഫസ്റ്റ് ലെഗ് അടിച്ചിരിക്കുകയാണ്. 2 ഗോൾ ഹാരി കെയ്ൻ അടിച്ചു, ലൂയിസ് ഡിയാസ് അടിച്ചു, ഇപ്പുറത്ത് എംബാപ്പെ ഗോൾ അടിച്ചു. ലാസ്റ്റ് റയൽ കളിച്ച ഒരു കളിയുണ്ട്, അത് മാറ്റി വെച്ചാൽ മൊത്തം ബയണ്ടയിലാണ് ബോളും കാര്യങ്ങളും എല്ലാം പ്രസ് ഇതെല്ലാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബയൺ തന്നെയാണ് നല്ലതായിട്ട് കളിച്ചത്. പക്ഷേ ലാസ്റ്റ് വന്നിട്ടുള്ളൊരു കളിയുണ്ട് റയൽ, അത് കണ്ടപ്പോഴാണ് സെക്കൻഡ് ലെഗ് എന്തെങ്കിലും ഒരു ചെറിയ ഹോപ്പ് അല്ലെ ഒരു ഹോപ്പ് വെക്കാം എന്ന ഒരു രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ച വെച്ചായിരുന്നു റയൽ മാഡ്രിഡ്. അടുത്ത ലെഗിൽ എന്തായാലും എംബാപ്പെ മിനിയൊക്കെ ഉഷാറായിട്ട് കളിക്കണം. ബെല്ലിംഗ്ഹാം പ്ലേയേഴ്സ് എല്ലാം നല്ലതായിട്ട് കളിച്ചാലേ എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് ലെഗിൽ കാണിക്കാൻ പറ്റും. അപ്പുറത്ത് ഒലീസ, ഹാരി കെയ്ൻ, ലൂയിസ് ഡിയാസ് എല്ലാവരും പേരെടുത്ത് പറയുന്ന കാര്യം, എല്ലാവരും നൈസ് കളിയായിരുന്നു. ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ന്യൂ ഇയർ ആണ്. ഏതാണ് സേവ്, എംബാപ്പെ അടിക്കുന്ന ഷോട്ടുകൾ, വിനിയെ 1-on-1 വന്ന സിറ്റുവേഷനൊക്കെ കിട്ടില്ലതായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തത് നൈസായിട്ടായിരുന്നു. കാരണം ജാതി 40 വയസ്സായി, വേറെ ബയണിൻ്റെ കോച്ചിന് 39 വയസ്സുള്ളൂ, പക്ഷേ നമ്മുടെ ന്യൂ ഇയറിന് 40 വയസ്സുണ്ട്. ഏതായാലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ന്യൂ ഇയറിൻ്റെ ഭാഗത്തുനിന്ന്. അടുത്ത പറയാനാണെങ്കിൽ ആർസണലും സ്പോർട്ടിങ്ങും ആയിരുന്നു. അപ്പം ലാസ്റ്റ് മിനിറ്റ് ഹവേർട്സിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ച് ഫസ്റ്റ് ലെഗ് അടിച്ചിരിക്കുന്നു. സെക്കൻഡ് ലെഗ് എന്തായാലും സ്പോർട്ടിങ് പണിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു കളിശൈലി വെച്ചിട്ട് സെക്കൻഡ് ലെഗിൽ ഒരു പണി വരാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.